നമസ്കാരം. ഈ ജന്മത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളോടെ ജീവിക്കാനും അടുത്ത ജന്മം നല്ല രീതിയിലും ജനിക്കാൻ ശരീരം വിട്ട് ജീവൻ പിരിയുന്നതിന് മുമ്പ് ഭക്തർ ഒരു പ്രാവശ്യമെങ്കിലും അവശ്യം സന്ദർശിക്കണമെന്ന് തിരുജ്ഞാന സമ്പന്നരുടെ ദേവാര പതികത്തിൽ പരാമർശിക്കുന്നതും വയറുവേദന മാറ്റുന്നതായി പറയപ്പെടുന്നതുമായ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு അഗ്നീശ്വരസ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തഞ്ചാവൂർ ജില്ലയിൽ മേലെത്തിരുക്കാട്ടുപള്ളി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീപരമേശ്വരൻ, അഗ്നീശ്വരർ, തീയാടിയപ്പർ, അഴലാടിയപ്പർ, വന്യവനനാഥർ എന്നീ നാമങ്ങളിലും ശ്രീ പാർവതി, സൗന്ദര്യനായകി, അഴകമ്മ എന്നീ നാമങ്ങളിലും അനുഗ്രഹം ചൊരിയുന്നു. ക്ഷേത്ര ഉത്സവമൂർത്തികളിൽ അർജുനന് പാശുപതാസ്ത്രം നൽകിയ കിരാതമൂർത്തിയുമുണ്ട്. കാവേരി നദിയുടെ തെക്ക് കരയിലുള്ള 276 ശിവക്ഷേത്രങ്ങളിൽ 9ാമത്തേതും ദേവാരമ്പാടിൽ ഉൾപ്പെട്ടിട്ടുള്ള 274 ശിവക്ഷേത്രങ്ങളിൽ 72ാമത്തേതുമാണ് ഈ ക്ഷേത്രം. പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരിൽ തിരുജ്ഞാന സമ്പന്നരും അപ്പർ സ്വാമികളും ഈ ക്ഷേത്രത്തിലെ ഭഗവാനെപ്പറ്റി പതികം പാടിയിരിക്കുന്നു. തിരുജ്ഞാന സമ്പന്നരുടെ ദേവാര പതികത്തെ ശ്രദ്ധയോടെ കാതുകൂർപ്പിച്ച് കേട്ട് ചെവിസായന്ത വിനായകർ സന്നിധി കിഴക്ക് കോട്ടെ വാതിലിനരികിലാണ്. അതേപോലെ ഇതിനടുത്തായി അപ്പർ സ്വാമി മഠവുമുണ്ട്. മഹാവിഷ്ണു, ബ്രഹ്മദേവൻ, സൂര്യൻ, ഭഗീരഥൻ, അഗ്നിദേവൻ, രോമസ മഹർഷി, ഉറയൂർ റാണി എന്നിവർ ഇവിടെ ശിവഭഗവാനെ പൂജിച്ചതായി ഐതിഹ്യമുണ്ട്. ശ്രീപരമേശ്വരൻ അഗ്നിദേവന് അഗ്നിതാണ്ഡവമാടി ദർശനം കൊടുത്ത സ്ഥലമാണിത്. ബ്രഹ്മദേവനും മഹാവിഷ്ണുവിനും അഗ്നിലിംഗ സ്വരൂപമായി തിരുവണ്ണാമലയിലേതുപോലെ ഇവിടെയും ഭഗവാൻ ദർശനം കൊടുത്തിട്ടുണ്ട്. ബ്രഹ്മദേവൻ ശിവരാത്രി 4ാം കാലത്തിൽ ഇവിടെ ശിവഭഗവാനെ പൂജിച്ച് വരങ്ങൾ നേടിയതായി ഐതിഹ്യമുണ്ട്. ബ്രഹ്മാവിന് ത്രിമൂർത്തികളിൽ ഒരാൾ എന്ന അംഗീകാരം ശിവഭഗവാൻ കൊടുത്ത സ്ഥലമാണിത്. ഭരണി നക്ഷത്രക്കാർ അവശ്യം സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്ന ക്ഷേത്രവും കൂടെ. ഈ ക്ഷേത്രം പ്രഥമതിഥി ദോഷ നിവാരണ സ്ഥലം, പ്രധാനമായും ഭക്തരുടെ വയറുവേദന മാറ്റുന്ന ക്ഷേത്രവും കൂടെയാണെന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. അഗ്നി ഭഗവാൻ യാഗങ്ങളിൽ നെയ്യ് ഭക്ഷിച്ചതിനാൽ വന്ന വയറുവേദനയും തൊടുന്നതെല്ലാം ചുട്ടരിക്കുന്നു എന്ന പഴിയും നീങ്ങാൻ ഇവിടെ തിരുക്കാട്ടുപള്ളിയിലെത്തി അഗ്നിതീർത്ഥം സൃഷ്ടിച്ച് ദിനവും നീരാടി ശിവഭഗവാനെ പൂജിച്ചു. ഭഗവാൻ അദ്ദേഹത്തിന് അഗ്നിതാണ്ഡവമാടി ദർശനം കൊടുത്ത് വയറുവേദന മാറ്റിയതോടൊപ്പം ശുദ്ധീകരിക്കുകയും സ്വയം ശുദ്ധമാവുകയും ചെയ്യാനുള്ള വരം കൊടുത്തു. അതോടൊപ്പം ഈ അഗ്നിതീർത്ഥത്തിൽ നീരാടി ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർക്ക് വയറുവേദന മാറുമെന്നും അരുളി ചെയ്തു. അഗ്നിദേവൻ ഭഗവാനെ പൂജിച്ചതിനാൽ ഭഗവാൻ അഗ്നീശ്വരരെന്നും ഈ പ്രദേശം പുരാണങ്ങളിൽ അഗ്നീശ്വരമെന്നും അറിയപ്പെട്ടു. ക്ഷേത്രത്തിൽ ചെറിയ കിണറിന്റെ രൂപത്തിൽ ഇന്ന് അഗ്നിതീർത്ഥം ചുരുങ്ങിയിരിക്കുന്നു. തിരുക്കാട്ടുപള്ളി ബസ് സ്റ്റോപ്പിനരികിലാണ് അഗ്നിതീർത്ഥമുള്ളത്. കാർത്തിക മാസം ഞായറാഴ്ചകൾ, മാസിമകം, പങ്കുനി ഉത്രം, വൈകാശി വിശാഖം എന്നീ വിശേഷ ദിവസങ്ങളിൽ അഗ്നിതീർത്ഥത്തിൽ നീരാടി മുറയാവണ്ണം പ്രാർത്ഥിച്ചാൽ എല്ലാ സൗഭാഗ്യങ്ങളും കൈവരിക്കാനാവും എന്നാണ് പറയുന്നത്. പ്രഥമ തിഥിയിൽ ജനിച്ച് ദോഷമനുഭവിക്കുന്ന നക്ഷത്രക്കാർ ഇവിടെ മൂലവർ അഗ്നീശ്വരർക്കും ദേവിക്കും വസ്ത്രം ചാർത്തി സഹസ്രനാമാർച്ചന ചെയ്ത് ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദമായി തരുന്ന ഭസ്മം ഒരു പ്രഥമ തൊട്ട് അടുത്ത പ്രഥമ വരെ നെറ്റിയിൽ ചാർത്തിയാൽ ദോഷം മാറുമെന്നാണ് പറയപ്പെടുന്നത്. തിരുക്കാട്ടുപള്ളി എന്ന ഇപ്പോഴത്തെ പേരിൽ നിന്ന് ഈ പ്രദേശത്ത് മുമ്പുകാലത്ത് ജൈനമതസ്ഥർ താമസിച്ചിരുന്നിരിക്കാം എന്നാണ് കരുതുന്നത്. ഇത് സാധൂകരിക്കുന്ന വിധത്തിൽ 24ാമത്തെ തീർത്ഥങ്കരരുടെ ശില ചരിത്രകാരന്മാർ ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഈ ഗ്രാമത്തിൽ 4 ചുറ്റും കോട്ടമതിലുകൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കോട്ടമതിൽ ഇന്നും ഭക്തർക്ക് ദർശിക്കാം. വേറൊരു ഐതിഹ്യം, തിരുച്ചി മലക്കോട്ടയിലുള്ള തായുമാനവ സ്വാമിക്ക് അർച്ചനയ്ക്കായി സാരമാമുനികൾ ചെവന്തി പൂക്കൾ നട്ടുവളർത്തിയിരുന്നു. ഈ പൂക്കൾ കണ്ട രാജപരിചാരകർ ഇത് മോഷ്ടിച്ച് രാജാവിന് കൊണ്ടുപോയി കൊടുത്തു. മുനി രാജാവിനോട് പരാതിപ്പെട്ടപ്പോൾ രാജാവ് അനങ്ങിയില്ല. അതിനാൽ സാരമാമുനികൾ ശിവഭഗവാനോട് തന്നെ നേരിട്ട് പരാതി പറഞ്ഞപ്പോൾ ശിവഭഗവാൻ മണൽമാരിയാൽ ഉറയൂർ നശിപ്പിച്ചതായി തിരുച്ചി മലക്കോട്ട ക്ഷേത്ര ഐതിഹ്യത്തിലുണ്ട്. ഉറയൂർ ഭരിച്ചിരുന്ന ആ രാജാവ് ഈ ചെവന്തിപ്പൂക്കൾ പരിചാരകന്മാരെ കൊണ്ട് പറിച്ചുകൊണ്ടുവന്ന് തന്റെ 2 ഭാര്യമാർക്ക് നൽകിയിരുന്നു. ആദ്യ ഭാര്യ തനിക്ക് ലഭിച്ച പൂക്കളെ ശിവപൂജയിൽ ഭഗവാന് സമർപ്പിച്ചതായും 2ാമത്തെ ഭാര്യ ആ പൂക്കൾ മുടിയിൽ ചൂടി അഴകു നോക്കിയതായും പറയപ്പെടുന്നു. അതിനാൽ ഇളയവൾ വസിച്ചിരുന്ന ഉറയൂർ മണൽമാരിയാൽ നശിച്ചുപോയതായും മൂത്തവൾ വസിച്ചിരുന്ന തിരുക്കാട്ടുപള്ളി ഒട്ടും നശിക്കാതെ നിലനിന്നു എന്ന് തിരുക്കാട്ടുപള്ളി അഗ്നീശ്വര സ്വാമി ക്ഷേത്ര ഐതിഹ്യത്തിൽ പരാമർശിച്ചിരിക്കുന്നു. ഏകദേശം 2000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും 5 നില രാജഗോപുരത്തോടും 3 പ്രകാരങ്ങളോടും കൂടി കാണപ്പെടുന്ന തിരുക്കാട്ടുപള്ളി അഗ്നീശ്വര സ്വാമി തിരുക്കോവിൽ 1ാം ആദിത്യചോഴന്റെ കാലത്ത് പുനർനിർമ്മാണം ചെയ്തതായാണ് കണക്കാക്കുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച സുന്ദരപാണ്ഡ്യന്റെ കാലത്തെ ശിലാഫലകങ്ങളിൽ ദേവിയുടെ നാമം അഴകമർമങ്കെ എന്നാണ് കുറിച്ചിരിക്കുന്നത്. സൗന്ദര്യനായകി കോവിൽ സെമ്പിയൻ പല്ലവരായ നിർമ്മിച്ചത് എന്ന് ശിലാഫലകങ്ങളിലുണ്ട്. 2024 ഫെബ്രുവരി മാസത്തിലാണ് ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടന്നത്. ഇവിടെ നിന്ന് തഞ്ചൈ ബൃഹദീശ്വരർ കോവിലിലേക്ക് തുരങ്കപ്പാത ഉണ്ടായിരുന്നതായി ഭക്തന്മാർക്കിടയിൽ സംസാരമുണ്ട്. ക്ഷേത്രഗോപുരവും ചെമ്പിൽ പൊതിഞ്ഞ കൊടിമരവും നന്ദി ഭഗവാനെയും കടന്ന് അകത്ത് പ്രവേശിച്ചാൽ 3ാം പ്രകാരത്തിൽ രോമസ മഹർഷി ശിവലിംഗത്തെ പൂജ ചെയ്യുന്ന ശില്പം കാണാം. രോമസ മഹർഷി പൂജിക്കുന്ന ശിവലിംഗമാണ് കരുവറയിലുള്ളത്. അതിനാൽ മൂലവർ ശിവലിംഗം രോമസ മഹർഷി പ്രതിഷ്ഠിച്ചതായിരിക്കാം എന്നാണ് ചരിത്രകാരന്മാരുടെ വിലയിരുത്തൽ. പ്രകാരത്തിലുള്ള ദക്ഷിണാമൂർത്തിക്ക് കീഴെയുള്ള ദ്വാരത്തിലൂടെ നോക്കിയാൽ കരുവറ പ്രകാരത്തിലുള്ള യോഗ ദക്ഷിണാമൂർത്തിയെ ദർശിക്കാം.
യോഗദക്ഷിണാമൂർത്തി 2 കരങ്ങളോടെ ശിരസിൽ സൂര്യചന്ദ്രന്മാരെ ചൂടി കഴുത്തിൽ മകരകണ്ഠ രുദ്രാക്ഷം അണിഞ്ഞ് യോഗനിലയിലിരിക്കുന്നു. കൈലാസത്തിൽ പാർവതീദേവിക്ക് ആഗമവിധികൾ ഉപദേശിച്ച രൂപത്തിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠ. ഈ ഭഗവാന് വ്യാഴാഴ്ചകളിൽ 5 നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ വിദ്യാഭ്യാസത്തിൽ മേന്മ, ജോലി എന്നിവ ഉറപ്പാണെന്നാണ് വിശ്വാസം. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യാസമായി കോവിലിന്റെ തുടക്കത്തിൽ തന്നെ പ്രത്യേകം ദീപമണ്ഡപമുണ്ട്. അവിടെ ഓരോ ദേവന്മാരുടെ ശില്പവും പേരും എഴുതി വെച്ചിട്ടുണ്ട്. ഭക്തർക്ക് അതിന് കീഴെ ദീപം തെളിയിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ ക്ഷേത്രത്തിലുള്ള ദുർഗാ ഭഗവതിക്ക് രാഹുകാലത്ത് നാരങ്ങാ ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ വിവാഹ തടസ്സങ്ങൾ മാറും. ദ്വാരപാലകർ കാവൽ നിൽക്കുന്ന മൂലവർ സന്നിധിക്ക് വലതുവശത്ത് വിനായകർ, ശ്രീ പരമേശ്വരൻ, തീയാടിയപ്പർ, അഗ്നീശ്വരർ എന്നീ നാമങ്ങളിൽ സ്വയംഭൂ ശിവലിംഗമായി കിഴക്ക് ദർശനമായി നിലകൊള്ളുന്നു. കരുവറ അതായത് ഗർഭഗൃഹം തറനിരപ്പിലിരുന്ന് 4 പടി താഴ്ചയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പടമെടുത്തു നിൽക്കുന്ന 5 നാഗങ്ങളുടെ സ്വർണ്ണ കവചം ഭഗവാനെ അണിയിച്ചിരിക്കുന്നു. ഉൾപ്രകാരത്തിൽ ദ്വാരപാലികകൾ കാവൽ നിൽക്കുന്ന സന്നിധിക്കുള്ളിൽ അമ്പാൾ, സൗന്ദര്യ നായികി, അഴകമ്മ എന്നീ നാമങ്ങളിൽ തെക്ക് ദർശനമായി അരുൾപാലിക്കുന്നു. ഈ ക്ഷേത്രം സന്ദർശിച്ച് ഭഗവാനും ദേവിക്കും വസ്ത്രം ചാർത്തി പ്രാർത്ഥിച്ചാൽ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ, ചൂട് സംബന്ധമായ ശാരീരിക പ്രശ്നങ്ങൾ എന്നിവ മാറുമെന്നതാണ് ഇവിടെ എത്തുന്ന ഭക്തരുടെ വിശ്വാസം. ക്ഷേത്രത്തിൽ പ്രധാന ദേവതകളെ കൂടാതെ രോമസമഹർഷി പൂജിച്ച ശിവലിംഗം, ചണ്ഡികേശ്വരർ, അഘോര വീരഭദ്രർ, ദുർഗ, സരസ്വതി, അയ്യപ്പസ്വാമി, ഉൾപ്രകാരത്തിൽ ലിംഗോദ്ഭവർ, അർദ്ധനാരീശ്വരർ, വള്ളിദേവയാനി സമേത മുരുകൻ, കാശി വിശ്വനാഥർ, വിശാലാക്ഷി, മുൻമണ്ഡപത്തിൽ വലതുഭാഗത്ത് ഭൈരവർ, നാൽവർ, ദക്ഷിണാമൂർത്തി, ലക്ഷ്മി, വലംപുരി വിനായകർ, അണ്ണാമലയാർ, ഉണ്ണാമുലയമ്മാൾ, സൂര്യൻ, നവഗ്രഹങ്ങൾ, നരസിംഹമൂർത്തി, സട്ടേനാഥർ എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം വന്നി, വില്വം. ക്ഷേത്രതീർത്ഥം സൂര്യതീർത്ഥം, കാവേരി നദി, കുടമുരുട്ടിയാറ്, അഗ്നിതീർത്ഥം. കാമിക ആഗമ വിധി പ്രകാരമുള്ള 4 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. മാസിമകം, ഐപ്പശി അന്നാഭിഷേകം, ശിവരാത്രി, മാർഗഴി തിരുവാതിര, ചിത്രമാസം ചതയത്തിന് അപ്പർക്ക് ഗുരുപൂജ, വൈകാശി മാസം മൂലനക്ഷത്രത്തിൽ സമ്പന്നർക്ക് ഗുരുപൂജ, ആടിമാസം ആദ്യ വെള്ളിയാഴ്ച ദുർഗാഭഗവതിക്ക് മഹാചണ്ഡി യാഗം, വിനായക ചതുർത്ഥി, ലക്ഷാർച്ചന, കന്ദഷഷ്ടി, അയ്യപ്പസ്വാമിക്ക് ചിത്തിരക്കണി, പങ്കുനി ഉത്രത്തിന് ഭഗവാനും ദേവിക്കും തിരുക്കല്യാണം. ദേവി സൗന്ദര്യനായികി പിറന്ന സ്ഥലമാണ് അടുത്തുള്ള നാഗാച്ചി ഗ്രാമം. പങ്കുനി ഉത്രം ദിവസം ഭഗവാനും ദേവിയും ഇവിടേക്ക് എഴുന്നള്ളി ഒരു നാൾ അവിടെ താമസിക്കുന്ന വൈഭവവും ക്ഷേത്രത്തിൽ ഗംഭീരമായി കൊണ്ടാടുന്നു. പൂജാ സമയം രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തഞ്ചാവൂരിൽ നിന്ന് 30 കിലോമീറ്റർ, പൂതലൂരിൽ നിന്ന് 8 കിലോമീറ്റർ, തിരുക്കാട്ടുപള്ളി ബസ് സ്റ്റാൻഡിൽ നിന്ന് 1/2 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പൂതലൂർ, തഞ്ചാവൂർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.